7:38 ഇച്ചിരി ഫാസ്റ്റാണ് നമ്മുടെ ക്ലോക്ക്. ഇന്ന് 24th March. ഓക്കെ, മീ ആൻഡ് മൈ മദർ എലോൺ ഹിയർ. എൻ്റെ അമ്മയും ഞാനും. 24th March. പൊതുവായ അന്തരീക്ഷത്തിൽ സമയം 7:38-39 ആയതേ ഉള്ളൂ. 7. അപ്പോൾ ഇവിടെ കാറും കീറും കൂറും ഒന്നും നമ്മുടെ വീട്ടിൽ വരത്തില്ല. ഒരു കാറും വരത്തില്ല, ഒരു കീറും വരത്തില്ല ഇവിടെ. മനസ്സിലായില്ലയോ? ഒരു കാറും ഇല്ല, ഒരു അവനും ഇല്ല ഇവിടെ. കണ്ടല്ലോ, പിന്നെ നമ്മുടെ വീട്ടിലൊരു കാറും ഒന്നും വരുന്ന വീടല്ല, കാറൊന്നും ഇല്ല. എൻ്റെ പാർട്ട്ണർ മുക്കും കുമാറാണ്. മുക്കും ഗുജർ, അഡ്വക്കേറ്റ് മുകേഷ് കുമാർ. വേറെ ആരുമല്ല, അത് രാജസ്ഥാനിയാണ്. ഇവിടെ ഇല്ല, വരും അന്നേരം കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ വീട്. ഇവിടെ ഒരു കാറും ഇല്ല, ഒരു കീറും ഇല്ല, ഒരു ബൈക്കും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഒരു ബൈക്കിലും ഇവിടെ ഒരവനും വരത്തില്ല. എല്ലാം നമ്മൾ പൂട്ടി. ഇവിടെ ഒരു ബൈക്കിലും ഒരവനും വരത്തില്ല. ഓക്കെ, ഒരു ബൈക്കിലും കാറിലും ഒന്നും ഇവിടെ ഒരവനും വരത്തില്ല. ഇവിടെ ഒന്നും, ഒരു വണ്ടിയിലൊരു ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പല പല വേലകളുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മുടെ മുഖത്തെ ഈ ഫാറ്റ്, നമ്മുടെ മുഖത്തെ ഇങ്ങനെയൊക്കെ കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോനാബാത്ത് പോലെ നമ്മളെ ഇങ്ങനെ പുഴുങ്ങും. മനസ്സിലായില്ലേ? അതാണ് ചൂട് എന്ന് പറയുന്നത്. ചൂട് അപ്പോൾ ഇങ്ങനെ പുഴുങ്ങി നമ്മുടെ ദേഹത്തിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം കളയും. അപ്പോൾ നമ്മളുടെ മുഖം ഇങ്ങനെ ചുക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവരുടെ വേലകൾ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവർ നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറ്റുന്നത്, ഡീഫിഗർ ചെയ്യുന്നതൊക്കെ. ഭയങ്കരമായിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ ഇതാക്കുക. നമ്മൾ മുഖത്ത് തണുപ്പിന് നല്ല ഇത് ഇട്ടിട്ടുണ്ട്. എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ മുൾത്താണി മിട്ടിയും റോസ് വാട്ടറുമായിട്ട് ഇട്ടിട്ടുണ്ട് തണുപ്പിന് നല്ല. അപ്പോൾ അത് നല്ല തണുപ്പാണ്. അപ്പം അതിനാണ് ഇവന് വലിയ രോഗം. വടക്കേലെ അവൻ കഥകളി, മറ്റേത് മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവന് ഭയങ്കര വട്ടാണ്, കൂടിയ വട്ടം അവനിപ്പം. അപ്പോൾ ഇതൊക്കെയാണ് സോനാബാത്ത് പോലെയുള്ള പരിപാടിയാണ് ഇപ്പം ഇങ്ങനെ ഇതുവഴി കൂടെയാണ് ഇങ്ങനെ അടിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പം, മന്ദിരത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അത് ഈ പ്ലാമൂട്ടിലെ അവനിങ്ങനെ അവിടെ ഫോണുമായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവനിത് അടിക്കുന്ന രോഗമൊക്കെ ഉണ്ട്. അവൻ്റെ മോനും ഇതുപോലെ അടിച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മോൻ എന്നെ അടിച്ചുകൊണ്ട്, ഈ ലേസർ അടിച്ചുകൊണ്ട് ഇതുവഴി നടക്കുന്നതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇവന്മാരെല്ലാം നമുക്കെതിരാണ്. മനസ്സിലായി? ഇവന്മാരെല്ലാം ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന, നമ്മളെ പല രീതിയിൽ അപായപ്പെടുത്താനും നോക്കിയിട്ടുള്ളവനും നോക്കുന്നവന്മാരുമാണ് ഇവന്മാരെല്ലാം. കേട്ടല്ലോ? അപ്പം ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവനാണ് പ്ലാമൂട്ടിലെ അവനാണ് അടിക്കുന്നത്. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇവൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, ഫോണും പിടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. നമുക്കറിയാം. ഓക്കെ, വേറെ ആരുമല്ല. അവൻ്റെ മോനും ഇതുപോലെ ഇറങ്ങി നടന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മോൻ ഒരു കാര്യമില്ല, അവൻ ഇറങ്ങി നടക്കേണ്ട യാതൊരു കാര്യമില്ല. ഇങ്ങോട്ടൊന്നും അവനിങ്ങനെ ഇറങ്ങി നടന്ന് നമ്മളെ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മളെ ഇതുപോലെ അടിച്ചു. ഭയങ്കര നമുക്കിത് മനസ്സിലാവും. നമ്മുടെ തലയിലോട്ടും എല്ലാം അടിക്കും. നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ ഇവനാണ് ഇങ്ങനെ അങ്ങോട്ട് വരിക, ഇങ്ങോട്ട് പോവുക, പിന്നെയും വരിക, പോവുക. കുറേ പ്രാവശ്യം വരികയും പോവുകയും നമ്മൾ ചേരുകയും. നമ്മളോട് ചോദിച്ചു, നീ എന്താണ് ഇവിടെ നടക്കുന്നത്, നീ ഏതാടാന്ന് ചോദിച്ചു. ഇവനെ അന്നും നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇവൻ കയറി പോയതുമാണ്. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ആരാ അടിക്കുന്നതെന്ന്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി എന്നേ ഉള്ളൂ. ലേസറൊക്കെ അടിക്കുന്ന ആരാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ശരിക്കും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അല്ലാതെ ചുമ്മാ ഒന്നുമല്ല നമ്മൾ പറയും. നമ്മുടെ തലയിലോട്ടും നമ്മൾ മന്ദിരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പല ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇതുപോലെ സോനാബാത്ത് പോലെ ഇങ്ങനെ നമ്മുടെ മുഖത്തെ ഇങ്ങനെ ഇതാക്കുക, വാട്ടർ കണ്ടൻറ്റും ഒക്കെ ഇങ്ങനെ ഉരുക്കുക. അപ്പം കേട്ടിട്ടില്ലേ സോനാബാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏതോ പുഴുങ്ങുന്ന സ്റ്റീം വെച്ചുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ മുഖമെല്ലാം ഇങ്ങനെ വിയർത്തിങ്ങനെ ഒഴുകും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ മുഖത്തിൻ്റെ ഈ ചില ഭാഗത്തെ നല്ല രീതിയിലുള്ള പ്ലംബിനെസ്സും അതും ഇതൊക്കെ കളയുക. ചീക്കിൻ്റെയൊക്കെ ആ ഭാഗത്തെ, പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ മേളിൽ, ഇതൊക്കെയാണ് ഇവരുടെ വാട്ടർ കണ്ട് കടഞ്ഞ് ഇങ്ങനെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെ വിയർത്തൊഴുകാൻ യാതൊരു ഇതുമില്ല. കാരണം മുഖം മാത്രമാണ് ഇങ്ങനെ വിയർക്കുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുൾത്താണി മിട്ടി, നല്ല ഒന്നാന്തരം റോസ് വാട്ടർ കലർത്തി നമ്മൾ മുഖത്തിട്ടു. ഓക്കെ, ഇവിടെ ആരുമില്ല.